ആശംസ അർപ്പിക്കാൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഹാരിസ് സ്കൂളുകൾ സാറിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ റോയി വള്ളിയാതറത്തിൽ, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജിൻസി തോമസ്, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റംസീന നരിക്കിനി, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ നിതീഷ് കല്ലത്തോട്, ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷാഹിം ഹാജി, ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ പ്രേംജി ജെയിംസ്, ബഹുമാനപ്പെട്ട സ്കൂൾ HM ശ്രീമതി ബെസി കെയു, ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ ബാബു VP, മുൻ HM ബഹുമാനപ്പെട്ട വിനോദ് സാർ, സ്റ്റാഫ് സെക്രട്ടറി നിഷിത കുമാരി, ബഹുമാനപ്പെട്ട പേരൻസ്, ടീച്ചേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ, ആദ്യമായി ഫുൾ A+ കിട്ടിയ കുട്ടികളെ അഭിനന്ദിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10ാം ക്ലാസ്സിൽ ഉണ്ടാകുന്ന ഗ്രേഡാണ് A+. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കുട്ടികളായി മാറി. കഠിനാധ്വാനവും അർപ്പണബോധമുള്ള ഈ സ്കൂളിലെ ടീച്ചേഴ്സാണ് ഈ സ്കൂളിന്റെ മികച്ച വിജയത്തിന് കാരണം. ഗുഡ് സ്റ്റുഡൻസ് മേക്ക് ഗുഡ് ടീച്ചേഴ്സ്. നല്ലൊരു ടീം വർക്ക് കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 39 A+ നേടാൻ സാധിച്ചത്. എല്ലാവർക്കും ഓണാശംസ നേർന്നു കൊടുക്കുന്നു. ദൈവത്തിന്റെ വരദാനമാണ് ചിന്തിക്കുവാനുള്ള കഴിവ്. പക്ഷേ നമ്മളിൽ വളരെ കുറച്ചു പേർ മാത്രമേ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുള്ളൂ. നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ പരിശ്രമിക്കണം. നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾ അതായിത്തീരും. നെപ്പോളിയൻ ഹിൽ പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സിന് സങ്കല്പിക്കുവാനും വിശ്വസിക്കാനും കഴിയുന്ന എന്തും നേടാൻ കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹസ്വരൂപരായ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പ്രിയ രക്ഷിതാക്കളെ, പ്രതിസന്ധികൾക്കിടയിൽ നിന്നും ഉജ്ജ്വലമായ വിജയത്തോടെ 2020-21 അധ്യയന വർഷത്തിൽ കട്ടിപ്പാറ ഹോളി ഫാമിലി ഹൈസ്കൂളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊള്ളുന്നു. തികച്ചും പ്രതിസന്ധിയേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. COVID-19 എന്ന മഹാമാരി സംഹാര താണ്ഡവമാടുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ രീതിയിൽ നിന്നും വിഭിന്നമായി ഓൺലൈൻ ക്ലാസ്സിലൂടെയുള്ള പാഠഭാഗങ്ങൾ ഹൃദിസ്ഥമാക്കി പഠിച്ച് പരീക്ഷ എഴുതുക എന്നത് ഒരു പരീക്ഷണം കൂടിയായിരുന്നു. ഈ പരീക്ഷണത്തിൽ അർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ച അധ്യാപകരെയും ലക്ഷ്യബോധത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി പഠിച്ച് പരീക്ഷ എഴുതി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഒരുപോലെ അഭിനന്ദിക്കുന്നു. ഇനിയും ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഭാവി പഠനത്തിൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാതൃക സ്വീകരിച്ച് ഞങ്ങൾ നിങ്ങളുടെ പിന്മുറക്കാർ വിജയ സോപാനത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പു തരുന്നു. ഹോളി ഫാമിലി ഹൈസ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും നന്ദിയും സ്നേഹവും ആശംസിക്കുന്നു. എൻ്റെ സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തനങ്ങളുടെ ഒരു അവലോകന റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് വിജയോത്സവം കൺവീനർ ഡാലിയ ടീച്ചർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സ്കൂൾ മാനേജർ റോയി അച്ഛൻ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജിൻസി തോമസ്, ഹെഡ് മിസ്ട്രസ് ബെസി ടീച്ചർ, പ്രിയപ്പെട്ട ബിനോയ് സാർ, വേദിയിൽ സന്നിധരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, രക്ഷിതാക്കളെ, ഇന്നത്തെ ചടങ്ങിന് കാരണക്കാരായ സ്കൂളിൻ്റെ അഭിമാനമുയർത്തിയ പ്രിയ കുട്ടികളെ, ലക്ഷ്യം മുന്നിൽ കണ്ട് വിജയത്തിൻ്റെ കൽപ്പടവുകൾ കയറിയ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ ആദരിക്കാൻ നാം ഇവിടെ കൂടിയിരിക്കുകയാണ്. എഡ്യൂക്കെയറിൻ്റെ നേതൃത്വത്തിൽ വിജയോത്സവത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും വളരെ വിജയകരമായി പര്യവസാനിച്ചിരിക്കുന്നു. നമുക്കറിയാം,
ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് 1-2 വർഷങ്ങളായിട്ട് നാം കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് നമ്മുടെ കുട്ടികൾ കാണിച്ചു തന്നിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കോവിഡ് പ്രതിസന്ധി മൂലം ജൂണിൽ സ്കൂൾ തുറക്കാൻ സാധിച്ചില്ലെങ്കിലും ഹെഡ് മാസ്റ്റർ ബിനോയ് സാറിൻ്റെയും സീനിയർ അസിസ്റ്റന്റ് ലീന ടീച്ചറുടെയും നേതൃത്വത്തിൽ ചിട്ടയായ ആസൂത്രണത്തോടെ ഓൺലൈൻ ക്ലാസുകൾ ജൂൺ 1 തന്നെ ആരംഭിച്ചു. ഓഡിയോ ആയും വീഡിയോ ആയും കുട്ടികൾക്ക് ക്ലാസുകൾ എടുത്തു കൊടുത്തു. കുട്ടികൾ അയക്കുന്ന നോട്ട്ബുക്കുകൾ വിലയിരുത്തി കൊടുത്തു. വളരെ സജീവമായി ക്ലാസ് PTA-കളും ഇവാലുവേഷൻ ടെസ്റ്റുകളും ദിനാചരണങ്ങളും നടത്തി. നവംബർ മാസത്തിൽ 10ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഗൃഹസന്ദർശനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുകയും നോട്ട്ബുക്കുകൾ വെരിഫൈ ചെയ്യുകയും ചെയ്തു. രക്ഷിതാക്കളുടെ സമ്മതപത്രത്തോടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജനുവരി 1 SLC വിദ്യാർത്ഥികൾക്കായി വിദ്യാലയത്തിൽ വന്നുള്ള ക്ലാസുകൾ ആരംഭിച്ചു. കൂടുതൽ സജീവമായി ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ക്ലാസുകളിലൂടെ പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്തു. എല്ലാ ആഴ്ചയും SRG മീറ്റിംഗ് കൂടി കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തി. കുട്ടികൾക്ക് പഠന നേട്ടങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനായി 36 സീരീസ് ടെസ്റ്റുകൾ നടത്തുകയും പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവർക്കായി ക്യാമ്പുകൾ നടത്തുകയും ചെയ്തു. പരീക്ഷയുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കായി ജില്ലാ പഞ്ചായത്തിൻ്റെ ഹാൾ ടിക്കറ്റ് പദ്ധതി നമ്മുടെ സ്കൂളിലും നടപ്പിലാക്കിയിരുന്നു. പ്രീ മോഡൽ ടെസ്റ്റും മോഡൽ എക്സാമും നടത്തി കുട്ടികളെ SLC പരീക്ഷയ്ക്കായി ഒരുക്കി. 205 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ കുട്ടികളും വിജയിച്ച് തുടർച്ചയായി 2ാം വർഷവും 100% നമ്മൾ നേടിയിരിക്കുന്നു. അതോടൊപ്പം 39 കുട്ടികൾക്ക് ഫുൾ A+ഉം 30 കുട്ടികൾക്ക് 9 A+ഉം 16 കുട്ടികൾക്ക് 8 A+ഉം നേടി നമ്മുടെ കുട്ടികൾ മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ ഓൺലൈൻ കാലത്ത് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ സഹായിച്ച മാനേജർ റോയി അച്ഛൻ, ഹെഡ് മാസ്റ്റർ ബിനോയ് സാർ, സീനിയർ അസിസ്റ്റന്റ് ലീന ടീച്ചർ, ക്ലാസ് ടീച്ചർമാരായ നിഷിത ടീച്ചർ, ഷേർലി സിസ്റ്റർ, പ്രസീത ടീച്ചർ, സിനി ടീച്ചർ, ഷിനിജി ടീച്ചർ, സ്കൂളിലെ മുഴുവൻ അധ്യാപകരും, ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളായ ഷാജി സാർ, നിതിൻ, ജെറിൻ, മനു, ഷീജ ടീച്ചർ, മുഴുവൻ രക്ഷിതാക്കൾ, PT എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, റിസോഴ്സ് ടീച്ചർ രീഷ്മ ടീച്ചർ, കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും നന്ദിയോടെയും സ്മരിക്കുന്നു. ഈ കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് നമ്മെ മികച്ച വിജയത്തിലെത്തിച്ചത്. അതുപോലെ തന്നെ NMMS പരീക്ഷയിൽ മുഹമ്മദ് ഹാസിൽ സ്കോളർഷിപ്പ് നേടിയിരിക്കുന്നു. NMSനായി ഒരുക്കിയ ദീപ ടീച്ചറിനും ഒപ്പം പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും സ്നേഹത്തോടെ സ്മരിക്കുന്നു. വളരെ ഭംഗിയായി ഈ അനുമോദന ചടങ്ങ് ഒരുക്കി തന്ന നമ്മുടെ ഹെഡ് മിസ്ട്രസ് ബെസി ടീച്ചറിനെയും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇനി എനിക്ക് നന്ദി അറിയിക്കാനുള്ളത് ഞങ്ങളുടെ അഭിമാന നക്ഷത്രങ്ങളായ പ്രിയ കുട്ടികളോടാണ്. നിങ്ങൾ കൈവരിച്ച ഈ വിജയം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നേടാനുള്ള വിജയങ്ങളുടെ ആരംഭമാകട്ടെ. നിങ്ങൾ പോകുന്ന സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുന്ന മേഖലകളിലെല്ലാം നിങ്ങൾ ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇനി വിതരണം ചെയ്യാം. മറ്റു പലരും ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതുമായ സന്തോഷങ്ങൾ വേണ്ട എന്ന് വെച്ച് സമയത്ത് ശരിയായി വിനിയോഗിക്കുമ്പോൾ മാത്രമേ വിജയം നേടാൻ സാധിക്കൂ. അങ്ങനെ നമ്മുടെ മിടുക്കർ നേടിയെടുത്താണ് ഈ വിജയം. അവർ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓരോരുത്തരെയായി കോവിഡ് മാനദണ്ഡം കർശനമായി പാലിക്കേണ്ടതുകൊണ്ട് ഓരോരുത്തരെയായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓരോ കുട്ടിക്കും നമ്മൾ മെമ്മന്റോ വിതരണം ചെയ്ത് അവരെ പുറത്തേക്ക് അയച്ചതിന് ശേഷം അടുത്ത ആളെ വിളിക്കും. മെമ്മന്റോ നൽകാനായി സ്കൂൾ മാനേജർ പ്രിയങ്കരനായ റോയിച്ചിനെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. മെമ്മന്റോ ഏറ്റുവാങ്ങാനായി പേര് വിളിക്കുന്ന കുട്ടികൾ കൃത്യമായി വന്ന് മെമ്മന്റോ വാങ്ങേണ്ടതാണ്.
ഫാത്തിമ സൽവ OP. അമീൻ മുഹമ്മദ് ഷാഫി. ആസിഫ് മുഹമ്മദ്. താങ്ക് യു റേച്ചൽ. അടുത്തതായി മൊമെന്റ് വിതരണം ചെയ്യാനായി ശ്രീമതി റസീനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുഹമ്മദ് സബീർ മൊമെന്റ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് വരിക. മുഹമ്മദ് സബീർ. മുഹമ്മദ് സിനാൻ AP. അനന്ത് കൃഷ്ണ. അഭിഷേക ഷാജി. താങ്ക് യു റസീന. അടുത്തതായി മൊമെന്റ് വിതരണം ചെയ്യാനായി ശ്രീ നിതീഷ് കള്ളത്തോളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിസ്മയ PS. ഷിഫാന ഷെറിൻ. നാജിയ നസീം. മുഹമ്മദ് യാസിൻ. താങ്ക് യു ശ്രീ നിതീഷ്. അടുത്തതായി മൊമെന്റ് വിതരണം ചെയ്യാനായി ഷാഫി ഹാജി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അന്ന റോസ്. ലെന വർഷ PK. മിഥു കൃഷ്ണ. സോന കൃഷ്ണ. താങ്ക് യു. താങ്ക് യു ഷാഹിനാജി. അടുത്തതായി മൊമെന്റ് നൽകാനായി ശ്രീ പ്രേംജിത്ത് ജിംസിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അനോട്ട് ഷാജി. ഐശ്വര്യ ബെന്നി. അനന്യ മാത്യു. അനഘ ജോസ്.
അടുത്തതായി മെമ്മന്റോ നൽകാനായി PTA പ്രസിഡന്റ് ശ്രീ ബാബു എ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവന്തിക കെ. ഐഷ ഹന്ന TH. ഫാത്തിമ നസ്രി. ഫാത്തിമ നിത MK. താങ്ക് യു ശ്രീ ബാബു എ. അടുത്തതായി മെമ്മന്റോ നൽകാനായി മുൻ മാസ്റ്റർ വിനോയ് സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഫാത്തിമ നിത. ജോസ്ന സെബാസ്റ്റ്യൻ. ഖദീജ ജുമാന. ലിയ റോസ് ES. താങ്ക് യു സർ. അടുത്തതായി മെമ്മന്റോ നൽകാനായി ഹാരിസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദന P. റിഫ ഫാത്തിമ. പ്രിയ വിജയൻ. സായുജ സുഭാഷ്. താങ്ക് യു ഹരിസ. അടുത്തതായി മെമ്മന്റോ നൽകാനായി മിസ്റ്റർ സ്പേസി ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദീപക് ദിലീപ്. മുഹമ്മദ് അഷ്മിൻ. മുഹമ്മദ് ഇർഫാൻ KK. മുഹമ്മദ് മിഥിലാജ് HV. അടുത്തതായി മെമ്മന്റോ നൽകാനായി ഈ ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മുഹമ്മദ് റിജാസ് P. സായി വിഘ്നേഷ്. ഓക്കെ, നമ്മുടെ 39ാമത്തെ A+ കുട്ടിക്ക് നമ്മുടെ ഷഹാന മൊമെന്റോ വിതരണം ചെയ്യാൻ അവന്റെ ഉപ്പയെ തന്നെ ക്ഷണിക്കുകയാണ്. ഷഹാൻ വേദിയിലേക്ക് വരും. ഷാഫിൻ ഹാജി. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു.
കുട്ടികൾ മെമൻറ്റോ വാങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണം. കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിക്കുന്നത് കൊണ്ടാണ് വേദിയിൽ സദസ്സിലും നിങ്ങളില്ലാത്തത് എന്ന് ഓർമ്മിക്കുക. ഇനി നമ്മുടെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ ഭാഗത്തു നിന്ന് അവരുടെ പ്രതിനിധിയായി മറുപടി പറയുകയാണ് അലഞ്ച മാത്യു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണ്. കോവിഡ് മഹാമാരി വിതച്ച പ്രതിസന്ധികളെ മറികടന്ന് നമ്മൾ സ്കൂളിൻ്റെ അഭിമാന താരങ്ങളായി മാറി. ഒട്ടേറെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി നമ്മുടെ സ്നേഹനിധികളായ പ്രിയപ്പെട്ട അധ്യാപകരുടെ സമയബന്ധിതമായ പ്രവർത്തനങ്ങളും അവരുടെ അധ്വാനവും രക്ഷിതാക്കളുടെ കരുതലും ഞങ്ങൾക്ക് ഈ അഭിമാന നിമിഷത്തിലേക്ക് എത്തിച്ചേരുവാൻ പ്രചോദനമായി. കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ ഞങ്ങളും ഫുൾ എ പ്ലസ് നേടുമെന്നും ആ വിജയം ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കുള്ള ഗുരുദക്ഷിണയായി സമർപ്പിക്കുമെന്നും ഞങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ കോവിഡ് മഹാമാരി സാഹചര്യത്തിലും ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ സ്കൂൾ അധികൃതരെ പ്രേരിപ്പിച്ചത് ഞങ്ങളോടുള്ള അവരുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സാക്ഷ്യപ്പെടുത്തലാണ്. എല്ലാവരെയും നേരിൽ കാണാൻ കഴിയുകയില്ലെന്ന സങ്കടമുണ്ടെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒരുമിച്ച് കൂടിച്ചേരാം. ഈ സമയവും കടന്നുപോകും എന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. സന്തോഷത്തിൻ്റെ ഈ അവസരത്തിൽ ഞങ്ങളുടെ നന്ദി എങ്ങനെ പറയണമെന്ന് അറിയില്ല. എങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ബിനോയ് സാർ, ലീന ടീച്ചർ, ഇപ്പോഴത്തെ എച്ചമായ ബെസി ടീച്ചർ, പ്രിയപ്പെട്ട അധ്യാപകർ, PTA എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് നിർത്തി കൈപിടിച്ച് ഈ വിജയത്തിലേക്ക് ഉയർത്തിയത് അവരാണ്. എല്ലാവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ പറയട്ടെ. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളുടെ സ്നേഹത്തിനും സഹനത്തിനും കരുതലിനും ആത്മാർത്ഥതയ്ക്കും പ്രതിഫലമായി ഞങ്ങളുടെ A+ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നറിയാം. എങ്കിലും ഞങ്ങളെ മറക്കരുതേ. ഈ വർഷവും ഉന്നത വിജയം നൽകി നമ്മുടെ സ്കൂളിൻ്റെ അഭിമാന താരങ്ങളായി മാറുവാൻ എല്ലാ കൂട്ടുകാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.